എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഫ്ലവേഴ്സ് കോമഡി ഈദ് ഐറ്റം വേറയിലേക്ക് സ്വാഗതം. അപ്പൊ നസർക്ക, നമുക്ക് ആദ്യ സ്കിറ്റിലേക്ക് പോയാലോ? പോയേക്കാം. സിൽവർ പഞ്ച് ഒരു ശീലമാക്കി മാറ്റിയിരിക്കുന്ന ഒരു ടീമാണ് അടുത്തായിട്ട് വരാൻ പോകുന്നത്. അതുകൊണ്ട് അവര് സിൽവർ പഞ്ച് എങ്ങനെ ശീലമാക്കാതിരിക്കും? അവരുടെ പേരിനെല്ലാം തുടക്കം എസ് അല്ലേ? എസ് ആണല്ലേ? ട്രിപ്പിൾ എസ് ആണ്, ശരിയാണ്. അപ്പൊ അതിന്റെ കൂടെ സിൽവർ പഞ്ച് ചേർന്ന് നിൽക്കുന്നത് യാതൊരു നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. അപ്പൊ നല്ലൊരു കൈഡി കൊടുത്ത് നമുക്ക് സ്വാഗതം ചെയ്യാം മിസ്റ്റർ സെൽവൻ, ശ്യാം ആൻഡ് ശംഭു. പത്തരയ്ക്ക് പോവേണ്ട വണ്ടി നേരത്തെ എടുത്തോണ്ട് പോയോ? നേരത്തെ വണ്ടി എടുത്തോണ്ട് പോയ കണ്ടക്ടർക്കും ഡ്രൈവർക്കും എന്റെ വായിൽ നിന്നും പുള്ളിച്ച സ്തുതി. വണ്ടി എടുത്തോണ്ട് പോയിരിക്കുന്നു. ഹലോ അയ്യാ, ഇന്നും പഴയതുപോലെ പരിപാടി നടത്തിയില്ലേ? മിമിക്രി നിർത്തി വെച്ചെന്ന് മൈക്ക് ഓടലെന്ന് പറഞ്ഞ് പോലീസുകാർ നമ്മളെ ഓട്ടിച്ചില്ലേ? എന്തോന്ന് നിന്റെ കൂടെ റബ്ബർ ഓട്ടാൻ വരാനാ? എടാ, ഞാൻ സെലിബ്രിറ്റിയാണ്, അറിയാമോ? സെലിബ്രിറ്റി വിളിച്ച് റബ്ബർ ഓട്ടാൻ വിളിക്കുന്ന മേലെ എന്നെ വിളിച്ചു വേടാ പോൺ ആവശ്യമില്ല. അല്ല ചേട്ടോ, ലാസ്റ്റ് ബസ് പോയായിരുന്നു സഹോദര. എനിക്ക് പത്തനാപുരത്തായിരുന്നു പ്രാർത്ഥന. പ്രാർത്ഥന കഴിഞ്ഞ് ഇങ്ങനെ നടന്നു വരുന്ന വേളയിലായിരുന്നു ആ കോപ്പിലെ മഴ. മഴ കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നതും വണ്ടി പോയി. ഇനി രാവിലെ 5:30 മണിക്കേ വണ്ടി ഉള്ളൂ. അയ്യോ, 5:30 മണിക്കേ വണ്ടി ഉള്ള? മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവത്തെ സൃഷ്ടിച്ചു, മനുഷ്യനും ദൈവങ്ങളും കൂട്ടി മണ്ണ് പങ്കുവെച്ചു. നിനക്ക് എന്തെന്റെ കുഴപ്പമാണ്? ഒരാൾ കിടന്നുറങ്ങുമ്പോ അതിന്റെ വായിൽ വന്ന് ഒരു മനുഷ്യൻ കിടന്നുറങ്ങുന്ന കണ്ടുകൊടുത്തില്ല. ഭഗവാനെ, കോടതിന്ന് പറത്തി ഒരു ജഡ്ജിനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടിട്ടേക്കുന്നു. ക്ഷമിക്കണം ജഡ്ജി. അയ്യോ, എനിക്ക് പുള്ളിയെ അറിയാം. ആ പുള്ളി മാറണമൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഏതെങ്കിലും വൈദ്യരെ കണ്ടാ മതി കുഞ്ഞെ. അയ്യോ, ഈ പുള്ളിയല്ല, ഈ പുള്ളി എനിക്ക് അറിയാന്ന്. ഈ പുള്ളിയെ ഞാൻ പരിപാടി അവതരിപ്പിച്ച സ്ഥലത്തുണ്ടായിരുന്നു. ഇവർക്ക് സെക്കൻഡ് നാടകമായിരുന്നു. അങ്ങനെ നമ്മളെ പോലീസ് എല്ലാവരും കൂടെ ഓട്ടിച്ച് ആദ്യം ഓടി ഈ പുള്ളിയാണ്. ഈ പുള്ളി നാടകക്കാരനാണ്. ഉറങ്ങുകയായിരിക്കും. അല്ല, ഞാൻ നിനക്ക് തോരൻ അരിയോ അവിടെ? നിനക്ക് എന്താണ് കുഴപ്പം? ഞാൻ ഈ നാടകക്കാരി ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അതിന് സഹോദരന്റെ നാമധേയം തന്നെ? എന്റെ പേര് മംഗളാക്കുന്ന് കണ്ണൻ. നിങ്ങളപ്പോ ഓല തിന്നു? ഓല തിന്നോന്ന്? പിന്നെ ഓലയ്ക്ക് വേണ്ടി നമ്മളവിടെയൊക്കെ പയ്യന്മാര് വെട്ടാൻ വേണ്ടി വരുമല്ലോ. എടാ വിടലേ, അത് മംഗളാക്കുന്ന് കണ്ണൻ ആന. ഞാൻ നാടകം മംഗളാക്കുന്ന് കണ്ണൻ. ഓല തിന്നോന്ന്? മര്യാദ വേണം സംസാരിക്കുന്നത് കേട്ടോ. പുള്ളിയെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? പുള്ളിയുടെ നാടകം ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. ഭയങ്കര കഥയത് കേട്ടാ, അടിപൊളി കഥയാണ്. ഈ പുള്ളി ഭയങ്കര ഒരു പണക്കാരന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കും. അവിടെ നിന്ന് പിണങ്ങി ഇയാള് ചെന്നൈയിലേക്ക് യാത്ര പോകും. അയ്യോ, അപ്പൊ ഇയാളെ തലയിൽ ഒരു കാക്ക കൊത്തും. എന്നിട്ട് ഇയാള് നേരെ പോയി കുറെ പൈസ ഉണ്ടാക്കിയിട്ട് ഈ വീട്ടിൽ വന്ന് ആ വേലക്കാരെ കല്യാണം കഴിക്കും. അപ്പൊ ഇവർ രണ്ടു കൂടെ നിന്ന് പാത്രം കഴിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പുള്ളിക്ക് ഭയങ്കര ഒരു രോഗം വരും, ബ്ലഡ് ക്യാൻസർ. അയ്യോ, അങ്ങനെ ആ ചേച്ചി അതിനെ എടുത്തോണ്ട് പോണതാണ് നാടകത്തിന്റെ കഥ. ഇപ്പൊ നാടകമൊക്കെ എങ്ങനെ പോണെന്നാ? നിന്നെ പോലുള്ള പുളവന്മാര് പുളവൻ കഥ പറഞ്ഞ് എന്നെ എന്റെ നാടകം മൊത്തം പോണത്. ഇങ്ങനെയാണ് നാടകത്തിലെ കഥ. എനിക്ക് എപ്പോഴാ പാത്രം കഴിക്കൊണ്ടിരുന്ന ബ്ലഡ് ക്യാൻസർ വന്നത്? എപ്പോഴാ? മര്യാദ എന്നൊരു സാധനം വേണ്ടത്. പരിപാടിയോടോ ഈ ബ്രദറിനോട് കാണിച്ചത്? ഇതൊരു നാടക നടനാണ്. നാടകം എന്ന് പറഞ്ഞാൽ എന്താണ്? നാടിനെ അറിയുന്നത് നാടകം. പച്ചയായ ജീവിതം മനുഷ്യനിലേക്ക് കാണിക്കുന്നത് നാടകം. പേരിൽ നിന്ന് കാണിക്കുന്ന നമ്മുടെ രംഗങ്ങളെല്ലാം പുറത്തു നിന്ന് പ്രേക്ഷകർ സ്വീകരിക്കാൻ കാണിക്കുന്ന കാഴ്ച നാടകം. അങ്ങനെയുള്ളൊരു കലാകാരനെ പരസ്യമായിട്ട് നിന്ന് കളിയാക്കുന്നുണ്ട്. ദൈവമേ, ബ്രദറിനോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഈ അഭിനയൊക്കെ നിർത്തി വെച്ചിട്ട് വല്ല കൂലിപ്പണിക്കും പൊയ്ക്കൂടെ? ഇതെങ്ങനെ വരുന്നത്? ഒരു വായി തന്നെ സുരേഷ് ഗോപി, ബാബു നമ്പൂരും കൂടെ എങ്ങനെ ഇതെല്ലാം കൂടെ ഒരുമിച്ച്? നീ ആദ്യം നാടകത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു, പിന്നെ കൂലിപ്പണിക്ക് പോയി. പണ്ടത്തെ നാടകമായിരുന്നു നാടകം. അത് ഇപ്പോഴത്തെ നാടകം ബാലയാണ്. അയ്യോ അയ്യോ, അല്ല, പണ്ടത്തെ നാടകമാണ് പച്ചയായ ജീവിതം. ഇപ്പോഴത്തെ നാടകം എന്തോ പഴുത്തുപോയാ പച്ച. ഇപ്പൊ നാടകമല്ലേ? നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല നാടകം? അല്ല മാഷെ, ഞാൻ പണ്ടത്തെ നാടകം ലൈഫ് ഉണ്ടെന്ന് പറയുമായിരുന്നു. ഇപ്പോഴത്തെ നാടകത്തിൽ ലൈഫില്ലേ? ആരാ പറഞ്ഞ ലൈഫില്ല? ഇപ്പോഴത്തെ നാടകത്തിൽ ഇപ്പോഴത്തെ നാടകവും ലൈഫ്. രണ്ടുപേരും കൂടി എന്തോ കാണിക്കുന്നേ? നേരത്തെ ഇയാൾ എന്തോ പറഞ്ഞേ?
അവനെ നിർത്തിയിട്ട് വല്ല കൂലിപ്പണിക്കും പൊക്കൂടെയെന്ന്. ഇപ്പൊ മനസ്സിലായോ നമുക്ക് അഭിനയിക്കാൻ അറിയാന്ന്? നീ ഇങ്ങനെ അടിച്ചോണ്ട് നടന്നാ ഒരു സെക്കൻഡെങ്കിലും ഇങ്ങനെ അടിച്ചോണ്ട് നടന്നാ നീ. അതല്ല സംഭവം. എനിക്ക് താങ്കളെ മനസ്സിലായി, അദ്ദേഹത്തെ മനസ്സിലായില്ല. ഞാനല്ലേ കുളത്തിൽ പ്രസന്നൻ. നീ കുളത്തിൽ കിടന്ന് പ്രസംഗിച്ചോ കുമ്മള മാത്രമേ വരത്തുള്ളൂ. നീ കരയിലാണ് നിന്ന് പ്രസംഗിക്കാൻ നോക്ക്. അതല്ലെന്ന്, ഞാനാണ് മിമിക്രി ആർട്ടിസ്റ്റ് കുളത്തിൽ പ്രസന്നൻ. ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല സഹോദര. കണ്ടിട്ടില്ല. ഇപ്പൊ കാണിച്ചു തരാം, കൊള്ളാം. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും. എന്റെ ഫിഗർ ഇപ്പൊ കണ്ടു നിങ്ങൾ മനസ്സിലാവും. ആരിത് മനസ്സിലായില്ലേ? എന്നാ പിന്നെ ഒരു ക്ലൂ വരാം. കൊല്ലത്ത് ഓലയിലുണ്ട് കൊമ്പൻ ചെല്ലി. അതല്ലെന്ന്, ഇളക്കം. കമ്മിറ്റിക്കാർ തരുന്ന അന്നദാനം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അതൊക്കെ പരിപാടാനിയാ. എടാ അതല്ലെന്ന്. പിന്നെ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? അതിളക്കമെന്ന്. അതെന്തോ സിനിമയിലെ മഹാനടൻ ജയൻ. ജയന്റെ ഫിഗർ ഇല്ലേ അണ്ണാ? എന്തോ ജയന്റെ ഫിഗർ ഉണ്ടാ? നിനക്ക് ജയന്റെ ഫിഗറില്ല, സിൽക്കിന്റെ വയറുണ്ട്. ഈ നടൻ ആരാന്നറിയാവൂടാ? ഈ നടൻ നീ വീട്ടിൽ പറഞ്ഞിട്ട് തന്നെയാണ് ഇറങ്ങിയത്. ദാ ഇപ്പോഴത്തെ കമ്മിറ്റിക്കാരെ കൈ ദാ ഈ കനമുണ്ട്. നിനക്കറിയാമോ ജയൻ ചെയ്യാൻ നടക്കുന്നു? ഇത് എപ്പോഴാ പരിപാടി നിർത്തി വെച്ച എപ്പോഴാ? അതായത് ഞാൻ ഫിഗർ ചെയ്യുന്നതിന് മുമ്പ് FCV കട്ടലിന് യഥാർത്ഥ ജയനെ കാണിച്ചു. അപ്പൊ തന്നെ പോലീസുകാർ പരിപാടി നിർത്താൻ പറഞ്ഞു. മുടിനാരിഴക്കാണ് നീ ജീവൻ. എടാ ഇവന്റെ ജയനെ കണ്ടിരുന്നെങ്കിൽ അവിടെ കൊന്നാനെ. ഇത് ജയനാ ഇത്. ഇവൻ നിന്റെ വീട്ടിൽ കണ്ണാടിയില്ലടാ നീയാ. കണ്ണാടി എപ്പോ മേടിച്ചാലും എന്റെ പെങ്ങളെ മോൻ തല്ലി പൊട്ടിക്കും. അത് പറ. അതല്ലെങ്കിൽ അവൻ ഈ ജയം കാണിക്കൂല. അവൻ നിനക്ക് ഏട്ടച്ചൻ കൊണ്ടാണ്. അതെന്ത് അങ്ങനെ? നീ സ്കാൻ ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ നീ ജീവൻ പേടിയുണ്ടെങ്കിൽ ഇങ്ങനെ കാണിച്ചോണ്ട് നടക്കൂല. ജയനെ ഭഗവാനെ. ഇതിനെ സംഭവം എന്താണെന്നറിയോ? ഇല്ല, ജയന്റെ സിനിമകൾ ഈ പുള്ളിക്കാരൻ കണ്ടു കാണില്ല. അതെന്ന് ഞങ്ങളൊക്കെ എന്തോരം കണ്ടിരിക്കുന്നു. ആ തേന്മാമി കൊമ്പത്തിൽ തന്നെ ശോഭനയെ ചക്കട വണ്ടിയിൽ ജയൻ കൊണ്ടുവരുന്ന സീൻ കൊണ്ടുവന്നിട്ട് ഒരു പറച്ചിലും കൂടിയുണ്ട്. ഏത് പടമെന്ന് പറഞ്ഞ? തേന്മാമി കൊമ്പത്ത്. ആര് കൊണ്ടുവന്നിട്ട്? ശോഭനയെ ജയൻ. ആ 5:30ക്കുള്ള വണ്ടി ഇനി വന്നിരുന്നെങ്കിൽ ഈ കാലന്മാരിടയിൽ നിന്ന് കയറി പോവായിരുന്നു. എനിക്കല്ല. എന്റെ വിലമായ സംശയം എന്താണെന്നറിയോ? താത്താൻ എന്തെങ്കിലും കുടിയേറി കാണും പുള്ളിയുടെ ദേഹത്ത്. അല്ലെങ്കിൽ ഒരിക്കലും ജയന്റെ സാധനം ഇങ്ങനെ കാണിക്കത്തില്ല. വേണമെങ്കിൽ ഈ കുഞ്ഞിന് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിച്ച് ജയന്റെ ഈ രോഗം ഒന്ന് മാറ്റി കൊടുക്കാം. ഒരു സ്ഥലത്ത് ഒരു പയ്യൻ IAS പാസ്സായ വിഷയം അതാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബിയർ ബോട്ടിൽ കുത്തി ഒരു സുഹൃത്തിനെ കൊന്നു. 6 വർഷം ജയിലിൽ കിടന്നവൻ ഭാരതപ്പുഴയിൽ പൊങ്ങി വരുമ്പോൾ സുഹൃത്തുക്കൾ പറയും അവതാരപ്രിയുടെ രൗദ്രഭാവം ആവാഹിച്ചെടുത്ത മനുഷ്യന്റെ പേര് സാത്താൻ. സാത്താൻ സാത്താൻ. അത് നരസിംഹമെന്നായിരുന്നെങ്കിൽ തെറ്റിപ്പോയനല്ലേ. താത്താനായോണ്ട് പെട്ടെന്ന് പിടിക്കൂല. എടാ അവന്റെ ജയന്റെ അസുഖം മാറ്റുന്നതിന് മുമ്പ് നിങ്ങളുടെ നരസിംഹത്തിന്റെ അസുഖം ആദ്യം മാറ്റണം. അല്ല, നിങ്ങൾ എന്നെ കളിയാക്കാന്നും വേണ്ട. എന്താണ് ഈ ഫിഗർ വെച്ചിട്ടേ ഞാൻ ചൈനയിൽ 2 പ്രാവശ്യം പോയി ഫിഗർ കാണിച്ചറിയാമോ? അത് പറ. അതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്ന് കൊറോണ ഇങ്ങോട്ട് മടച്ചു വിട്ടത്. ഇത് ഞാനിത് എങ്ങനെ വന്നെന്നും പറഞ്ഞിരിക്കുവായിരുന്നു. അതുകൊണ്ടല്ലേ ലോക്ക്ഡൌൺ സമയത്ത് ബാക്കിയുള്ളവർക്ക് പരിപാടി ഇല്ലാതെ നടന്ന കാരണം എന്തോന്ന്? എടാ ഇനി മേലെ അത് ഈ ജയം കാണിച്ചെന്നറിഞ്ഞ ചൈനയിൽ പോയി ജയം കാണിച്ചേക്കുന്നു. ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടി ഒരു പരിപാടിക്ക് വേണ്ടി ബാക്കിയുള്ളവർ കഷ്ടപ്പെടുന്ന. മോന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? മിമിക്രിക്കാരന്റെ വീട്ടിൽ ഞാനും സംസാരിക്കാൻ വയ്യാത്ത അമ്മാവനും മാത്രമേ ഉള്ളൂ. ഈ അമ്മാവനെ നിന്റെ ജയന്റെ ഫിഗർ കാണിക്കാത്ത എന്താ? അങ്ങനെ പച്ചയ്ക്ക് സംസാരിച്ചാൽ പച്ചയ്ക്ക് സംസാരിച്ചാൽ ജയന്റെ ഫിഗർ കാണിക്കാൻ നടക്കുന്നു. സംസാരിക്കാൻ പാവം ദീപബുദ്ധനുള്ള ഒരു കുഞ്ഞാണ്. അങ്ങനെ പറയരുത്. ആരും ഇല്ലാത്തവർക്ക് അതിന്റെ വേദന അറിയാം. ഞാൻ തന്നെ എന്റെ വീട്ടിൽ ഫ്ലാറ്റിൽ 16 പൂച്ചകളും മൊത്തം ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. പൂച്ചയുടെ ഫ്ലാറ്റ് നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ ഫ്ലാറ്റ് പൂച്ച താമസിക്കുന്നു. ഞാൻ ചോദിച്ചതാണല്ലേ. ജീവിതത്തിലെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് എന്തിനാണ് ഞാൻ മിമിക്രി എന്ന് പറഞ്ഞ് നടക്കുന്നത്? എനിക്ക് പെട്ടെന്ന് സിനിമയെ കയറണം. എന്നാ സിനിമയെ കയറാൻ എന്തെങ്കിലും എളുപ്പ വഴി ഉണ്ടോ അണ്ണാ? നിനക്ക് ആദ്യം ജയന്റെ സിനിമ ഇട്ട് കാണാ. സിനിമ കയറാൻ നടക്കും. അണ്ണാ അലക്കിലാണ് ഒരു കോൾ വരുന്ന. ഒരു മര്യാദ എന്ന് പറഞ്ഞ സാധനം വേണ്ടി. ഹലോ പറയാ. ഓ അതിനെന്ത് ഞാൻ ചെയ്തു തരാം. ഓക്കെ ഇപ്പൊ തന്നെ. അതെ, സെലിബ്രേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. എന്ത് സംഭവം? ഒരു ബർത്ത്ഡേ വിഷസ് അറിയിക്കണം. 6 വയസ്സുള്ള ഒരു കൊച്ചിന് നന്ദകുമാറിന്റെ മകൻ വിഷ്ണുവിന് ഒന്ന് വിഷസ് അയക്കണം. ആരയക്കണം? അപ്പൊ നമുക്ക് 3 കൂടെ അങ്ങ് അയക്കാം. അയ്യോ, എനിക്ക് ഒറ്റയ്ക്കുള്ള പരിപാടിയാണല്ലോ. നമ്മൾ ഒറ്റയ്ക്ക് വേണമെങ്കിൽ ചെയ്യാൻ അങ്ങ് തരുമല്ലേ. കുഞ്ഞിന്റെ പേരെന്താ പറഞ്ഞേ? വിഷ്ണു. എത്ര വയസ്സാ? 6 വയസ്സ്. ദൈവമേ, 6-ാം വയസ്സിൽ ജീവിതത്തിലേക്ക് പുതുജീവൻ തുടിപ്പോടെ വന്നിറങ്ങിയ എന്റെ വിഷ്ണു മകന് ഈ 1000 പിറന്നാൾ ആശംസകൾ. അയച്ചു കൊടുക്കണം. എന്തോ നിങ്ങൾ കാണിച്ചത്? ഇനിയാണ് അവര് കൊച്ചിന് വിഷസ് അയക്കുന്നത്. ഒരു മനുഷ്യനാണോ നിങ്ങള്? സാറൊന്ന് അയക്കൂ. ഇത് പയ്യന്റെ പേരൊന്ന് പറയാവോ? വിഷ്ണു.
വിഷ്ണു ആ. എങ്ങനെ ഫാമിലിയൊക്കെ കുടുംബം എങ്ങനെ? അയ്യോ, പാവപ്പെട്ട കുടുംബം ഒരു ചെറ്റക്കുണ്ടാണ് താമസിക്കുന്നത്. നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തറവാടിന്റെ തിരുമുറ്റത്ത് ജനിച്ചു എന്നൊരു തെറ്റ് വിഷ്ണു ചെയ്തിട്ടുള്ളൂ. അച്ഛനും അമ്മയ്ക്കും നീ ഒരു ഭാരമായി മാറിയിട്ട് ഇന്ന് 6ാം വർഷം 6ാം ജന്മദിനം ആഘോഷിക്കുന്ന വിഷ്ണുവിനെ ആശംസകൾ ആശംസകൾ ആശംസകൾ. അയ്യോ, വേറെ കേട്ടോ, അയച്ചു കൊടുക്കാം. നന്നായി. അയച്ചു കൊടുത്തു. താങ്ക് യു. ഓക്കെ. അയ്യോ, വിളിക്കുന്നു. ആ, കിട്ടിയായിരുന്നാ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടായിരിക്കും അല്ലേ? ആശംസ ഇഷ്ടപ്പെട്ടോ കുടുംബത്തിന്? ഇഷ്ടപ്പെട്ടല്ലേ? ഒരു ഭയങ്കര കഷ്ടപ്പാടില്ല. എന്താ നിങ്ങൾ ഈ വീഡിയോ അവിടുത്തെ അമ്മമ്മ കണ്ട് വരവ് കൂടി ഇപ്പൊ ആന്ധ്രയെ പോയിക്കൊണ്ടിരിക്കുക മീൻ വിഴുങ്ങായി. സത്യം, ഒരു കുടുംബത്തിനെ മൊത്തം ആന്ധ്രയിലേക്ക് തള്ളിയല്ലോ. ആശംസ പറഞ്ഞു. അയ്യോ, സംഭവം ഞാൻ കൈയടിച്ച് വളവുന്ന ബസ് തിരിച്ചെടുത്തോണ്ട് പോയിക്കിനി. ഇടാ, നിന്റെ ജയന്റെ ഫിഗർ ആ ഡ്രൈവറെ കണ്ടു കാണും. ഇല്ലെങ്കിൽ പിന്നെ അവിടെ ഇട്ട് തന്നെ തിരിച്ച് വണ്ടി കൊണ്ടുപോകേണ്ട കാര്യം തോന്നുന്നു. ഇനിയിപ്പോ എങ്ങനെ പോകും നമ്മള്? ഹലോ, ആണല്ലേ? ഓക്കെ. ഞാൻ വിളിക്കാം. ഇത് നാളെ പരിപാടി ആറ്റിങ്ങിലാണ്. പക്ഷെ 10 മണിക്ക് നിർത്തി കൊടുക്കണം. നാളെയും 10 മണിക്ക് നിർത്തിയെങ്കിലേ പറ്റൂ. പോലീസ് വരില്ലേ കംപ്ലൈന്റ്? ഈ സർക്കാരിന് ഈ 10 മണി എന്നുള്ള ഒരു 3 മണിക്കൂർ അധികം തന്നിരുന്നെങ്കിൽ നമ്മളെ പോലുള്ള കലാകാരന്മാരെ കുടുംബം ജീവിച്ച് പോയത്. ഈ അധികാരിയൊക്കെ ഒന്ന് കണ്ണു തുറന്ന് കണ്ടുവിടേണ്ട. ഞാൻ അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, ബ്രദറുകളെ, നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. എന്താ നിങ്ങൾക്ക് ഇതൊക്കെ നിർത്തിയിട്ട് വല്ല കൂലിപ്പണിക്കും പൊക്കൂടേന്ന്. എന്തോന്ന്? കൂലിപ്പണിക്കും പൊക്കൂടേന്ന്. ആഹാ, നീയാണല്ലേ നമ്മളെ പരിപാടി യൂട്യൂബിൽ കാണിക്കുമ്പോൾ അടി കമന്റ് അടിക്കുന്നത് നീ. എടാ, നിന്നെ ഞാൻ ശംഭു, സെൽവൻ ആൻഡ് ശ്യാം, നല്ലൊരു കൈയടി കൊടുക്കാം. ഒരു പുതുമയുള്ള ഒരു ബസ് സ്റ്റാൻഡാണ് കാണാൻ കഴിഞ്ഞെന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നമുക്ക് കമൻസിലോട്ട് പോയാലോ? നസീർക്ക് തന്നെ തുടങ്ങാം. സിർക്ക കൊള്ളാം കേട്ടോ, ഗംഭീര സാധനമാണ്. പുതിയ ത്രെഡ്, നല്ല രസമുണ്ട്. 3 പേരും ഗംഭീരമായിട്ട് ചെയ്തു. നമ്മുടെ ഈ വേദി നിങ്ങൾ നല്ലവണ്ണം ഉപയോഗിക്കുന്നുണ്ട്. എവിടെ കൊടുക്കണമെന്ന് മനസ്സിലാക്കി ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. കാര്യം നമ്മളെല്ലാം ലൈവായിട്ട് സംഭവങ്ങൾ വിട്ടുപോവുക. പഴയ സ്കിറ്റിൻ്റെ ഒരു പാറ്റേൺ അല്ല ഇപ്പം നമ്മുടെ ഈ വേദിക്ക്. നല്ലവണ്ണം ആസ്വദിച്ച് ചിരിപ്പിക്കാൻ പറ്റുന്ന ഏരിയയ്ക്ക് ചിരിക്കാനുള്ള സ്പേസ് കൊടുത്ത് അവരുടെ ചിരി കഴിഞ്ഞതിന് ശേഷം ആ റിപ്പീറ്റ് ഒരു ഡയലോഗ് പ്രസൻറ്റ് വരുന്നത് ഗംഭീരമായിട്ടുണ്ടാ. നിൻ്റെ അച്ഛൻ കൊള്ളാം കേട്ടോ, ബ്രദർ. ടോട്ടലിൽ നല്ല രസമായിരുന്നു. ഗംഭീരമായിട്ട് ഈ ഒരു എപ്പിസോഡ് പോയി. അടിപൊളി സാധനങ്ങളായിരുന്നു നിങ്ങൾ 3 പേരും. ശംഭു, സെൽവ, ശ്യാം, തീർ സ്കിറ്റായിരുന്നു കേട്ടോ. തീർന്ന് പറഞ്ഞാൽ 100 ആയിരുന്നു. അത് ഏറ്റവും എടുത്ത് പറയുന്നത് കൗണ്ടറിനേക്കാൾ ഉപരി. ഇപ്പം ഞാനിപ്പം നസീർക്ക് ചോദിച്ചപ്പോൾ ഒന്ന് ഞെട്ടി, സെൽവൻ്റെ സൗണ്ടിന് എന്ത് പറ്റിയെന്നുള്ളത്. സെൽവ, നിങ്ങളെ ലൈഫ് ഇട്ടത്, അതായത് ഒരാൾ ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ ക്ഷീണമൊക്കെ വെച്ചിട്ട് ദേഷ്യമുണ്ട്. പിന്നെ നിങ്ങളൊരു നാടക നടനാണ്. ആ ക്യാരക്ടർ നിങ്ങൾ അസാധ്യമായിട്ട് തുടക്കം മുതൽ അവസാനം വരെ പിടിച്ചതിനൊരു ഉഗ്രം കൈഡി നിങ്ങൾക്ക്. ശംഭു, നമ്മൾ സാധാരണ ഈ ബ്രദറിനൊക്കെ സാധാരണ ചില ആൾക്കാർ ചെയ്യുമ്പോൾ ഒന്ന് ഇച്ചിരി ഒരു ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് സ്കിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ചിലപ്പോൾ വൾഗറാക്കാറുണ്ട്. നിങ്ങൾ മീറ്റർ കറക്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്ക് 2-3 ഭഗവാനെ ഒഴിച്ചാൽ, ഭഗവാനെ എന്നുള്ള അറിയാതെ വന്നു പോയതാണ് 2-3 പ്രാവശ്യം. പക്ഷേ ബാക്കിയുള്ള പരിപാടികളൊക്കെ നിങ്ങൾ ആ വിഷസൊക്കെ ചെയ്യുന്നത് എന്ത് രസമായിട്ടാണ്, ബർത്ത്ഡേ വിഷസൊക്കെ ചെയ്യുന്നത്. അതുപോലെ ശ്യാം വളരെ കൂളായിട്ട് നിന്ന് കളിച്ചത്. ഇനിയും നിങ്ങൾ ഒരുപാട് സ്കിറ്റുകൾ പ്രതീക്ഷിക്കുന്ന, ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ, ഇങ്ങനെ ലൈഫ് കഥാപാത്രങ്ങളായി പോട്ടെ. ഓൾ ദി ബെസ്റ്റ് 3 പേർക്കും. താങ്ക് യു. ശ്യാമേ, ഈ ഐറ്റം വരുന്ന പരിപാടിയിൽ ഇനി ഇവിടെ നിന്ന് ഉദിക്കാൻ പോകുന്ന ഒരു വലിയ ആർട്ടിസ്റ്റാണ് നീ. കാര്യം നിൻ്റെ ഒരുപാട് സാധനങ്ങളുണ്ട്. അത് എങ്ങനെ കൊടുക്കണമെന്ന് ഇവന്മാരെ കൂടെ തീരുമാനിച്ചാൽ നിനക്ക് ഇട്ട് തരുന്നത്. പക്ഷെ നീ അത് നല്ല വൃത്തിയായിട്ടത് പ്ലേ ചെയ്യുന്നുണ്ട്. ആ സാധനം നിനക്ക് ഗുണം ചെയ്യും ഭാവിയിൽ. അപ്പം ഈ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് മെനക്കെടുക്കുക. അപ്പം നമുക്ക് പുറത്തതിൻ്റെ ഗുണം കിട്ടും. ഓക്കെ, ഹാപ്പി അല്ലേ? ഒന്നും പറയാമല്ലോ, ഉഗ്രം സ്കിറ്റായിരുന്നു പറഞ്ഞാൽ ഞാൻ ഒരുപാട് ചിരിച്ചു. പ്രത്യേകം ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സെൽവൻ്റെ വലിയൊരു ഫാനാണ്. ഞാൻ സെൽവൻ വാ തുറക്കാൻ വരുമ്പോഴത്തേന് എനിക്കറിയാം എന്തോ അടിക്കാൻ പോകും. ഞാൻ അഡ്വാൻസ് ആയിട്ട് ചിരി തുടങ്ങുന്ന ഒരാളാണ്. കാര്യം എനിക്ക് സെൽവൻ്റെ ഒരു മോഡുലേഷനും ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സംഭവമൊക്കെ. ഒരാൾക്കൊരു ജയൻ്റെ പ്രശ്നമുണ്ടോയെന്ന് കരുതി, പ്രശ്നമേ അതൊരു രോഗമാക്കി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ നല്ല തമാശകളുണ്ടായിരുന്നു. ശംഭു ഉഗ്രനായിരുന്നു. ശംഭു വന്നപ്പോൾ ഇതുവരെ നമ്മൾ ഈ മിമിക്രിയിൽ ഒരുപാട് നമ്മൾ മിമിക്രിക്കാർ അവതരിപ്പിച്ചിട്ടുള്ള, അനുകരിച്ചിട്ടുള്ള ആളുകളാണ് ഈ ബ്രദേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അവരെ അങ്ങനെ ഒരുപാട് നമ്മൾ കളിയാക്കാതെ, എന്നാൽ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. ശ്യാം, നസീർക്ക പറഞ്ഞു, ശ്യാം
ഉഗ്രൻ ആർട്ടിസ്റ്റാണ്. നിങ്ങൾ മൂന്ന് പേരും ഭയങ്കര ലൈഫ് ചെയ്യുന്ന ആളുകളാണ്. അല്ല, അത് പറയാൻ കാരണം എന്താണെന്നറിയടാ, ശ്യാമ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ആ അവനിപ്പോൾ ലീഡ് ചെയ്ത് കളിക്കുക. അപ്പോൾ എന്തോരം ചേഞ്ച് നിന്റെ ലൈഫിലുണ്ടായെന്നറിയോ? അതൊരു വലിയ കാര്യമാടാ. പിന്നെ വലിയൊരു മറ്റേതൊക്കെ ഉഗ്രം വിറ്റായിരുന്നു, ജയന്റെ ഫിഗർ സിൽക്കിന്റെ വയറാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം നമുക്കിനി മാർക്സിലോട്ട് പോയാലോ? ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പ്രചോദ് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഒരു 11 മാർക്ക്. 11,000 രൂപ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നസീർക്ക ശ്യാമിനെയൊക്കെ ഇത്ര നന്നായിട്ട് പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ അല്ല, അത് അവന്റെ ഇതിന്റെ അഭിനയം ഇതിന്റെ ഒരു ഭാഗമാണല്ലോ, എപ്പോഴും സ്കിറ്റിന്റെ ഒരു ഭാഗമാണ് അഭിനയം. അപ്പൊ ഇക്ക അത്ര അപ്രീഷിയേറ്റ് ചെയ്ത സ്ഥിതിക്ക് അതിനുള്ള മാർക്സ് അത് പ്രതിഫലിക്കുമെന്ന്. അല്ല, അത് വ്യക്തിയെ കുറിച്ച് പറയുന്നല്ലോ, കൂട്ടി കൊടുക്കാൻ പറ്റും. എന്നാ പിന്നെ പറ. നമ്മള് ടോട്ടൽ സ്കിറ്റാ 3 പേരെ അളന്നിട്ടാണ് നമ്മള് പൈസ കൊടുക്കുന്നത്. ഓക്കെ. ഞാൻ ഒരു 10,000 രൂപ വരും. 10,000. അപ്പൊ രണ്ടും കൂടി 21 ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി എൻ്റെ വക, ഞങ്ങളുടെ 3 പേരുടെയും വകയായിട്ട് ഇതാ അവിടെ വരുന്നു. സെൽവൻ ആൻഡ് ടീമിന്റെ അടുത്ത സിൽവർ പഞ്ച്. ഗംഭീര പൊട്ടിച്ചിരികളുമായി വന്നവർക്ക് ഇതാ സിൽവർ പഞ്ച്. നല്ലൊരു കൈയ്യടി നമുക്ക് കൊടുക്കാം. ഇവരെ പോലുള്ള മിടുക്കരായുള്ള കലാകാരന്മാർക്ക് ഉള്ള ഏറ്റവും വലിയ സമ്മാനമാണ് അല്ലേ? സമ്മാനമാണ്, പിന്നെ തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നതിനുള്ള സമ്മാനമാണ്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നസീർക്ക പറഞ്ഞതുപോലെ നല്ല പെർഫോമൻസുകളായിട്ട് വരിക. അറിയാലോ, ഞങ്ങൾ 3 പേരും കൂടെ എടുക്കുന്ന മാർക്സ് തന്നെയാണിത്. അല്ലാതെ നസീർക്ക കുറച്ച് ഭയപ്പെടുത്താൻ വേണ്ടിട്ട് അത് മനസ്സിലായി. അല്ല, അത് പ്രേക്ഷകർ കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മളിവിടുന്ന് പറയുന്ന അഭിപ്രായങ്ങളും എടുക്കുന്ന മാർക്കുകളും എല്ലാം 3 പേരും കൂടി തീരുമാനിച്ചെടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും എന്താ ശംഭുവിന് പറയാൻ? അല്ല, ഇങ്ങനൊരു സ്കിറ്റുമായിട്ട് വന്നപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു സിൽവർ പഞ്ച് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാക്ടീസ് ടൈമിലോ ഒക്കെ ഇതുപോലെ സിൽവർ പഞ്ച് പ്രതീക്ഷിച്ചില്ലായിരുന്നു നമ്മളിങ്ങനെ. പിന്നെ ഒരു ഇതിനകത്ത് എന്തോ ഉണ്ടെന്നറിയായിരുന്നു, പക്ഷെ ഒന്നും ഇല്ലായ്മറ്റ് തോന്നുകയും ചെയ്തു. അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ പ്രാക്ടീസ് ആയിരുന്നു. അതൊരു വിശ്വാസമാടാ, നമ്മുടെ മനസ്സിന്റെ ഒരു വിശ്വാസം. നമുക്ക് സ്റ്റേജിൽ കയറി ചെയ്തെടുക്കാം എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ട്. നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ കളിച്ചു പോകും. ശ്യാമേ എന്ത് പറയുന്നു? ഇവിടെ വന്നതിന് ശേഷം സന്തോഷമേ ഉള്ളൂ. അല്ല സെൽവ, ഞങ്ങൾ നേരത്തെ ഒരു കാര്യം ആവശ്യപ്പെട്ടായിരുന്നു. നിന്റെ ഫാമിലി എവിടെ കൊണ്ടുപോകണം ഞങ്ങൾ ആവശ്യപ്പെട്ടായിരുന്നു. നീ എന്തുകൊണ്ട് അവരെ അടുപ്പിക്കുന്നില്ല ഇങ്ങോട്ട്? പുള്ളിക്കാരിക്ക് ജോലിയുണ്ട്. എവിടെ വർക്ക് ചെയ്യുന്ന വൈഫ് എവിടെയാണ്? ട്രിവാൻഡ്രത്ത്. വെഞ്ഞാറമൂട് ഗോകുലം ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ആള് ഇപ്പൊ കയറി അവിടെ ജോലിക്ക് കയറി വെച്ച്. ഒരു പേരെന്താണ്? ആതിര. കുറച്ച് നാളെ ആയുള്ളൂ. ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? ഫാർമസി. അപ്പോൾ വെഞ്ഞാറമൂട് ഗോകുലം ഹോസ്പിറ്റലിൻ്റെ അധികാരികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ അടുത്തവിടെ ജോലിക്ക് കയറിയിട്ടുള്ള, അത് ഫാർമസി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിക്ക് കയറിയിട്ടുള്ള ആതിര ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ എല്ലാമായ സെൽവൻ്റെ ഭാര്യയാണ്. ഒരു ദിവസം ഒരു അവധി കൊടുത്ത് ഈ ഞങ്ങളുടെ ഈ വേദിയിലേക്ക് ഒന്ന് വിടണം നമ്മളൊന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഓക്കെ, പോരെ? ഇനിയിപ്പോൾ നമുക്ക് നേരിട്ട് അവിടെ ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ വിളിച്ചു പറയാൻ ഒരു കുഴപ്പമില്ല. എന്തായാലും നാളെ രാവിലെ നീ ഉണ്ട്? നാളെ ഫ്രീ ആണോ? നാളെ ഫ്രീ. നാളെ ഷൂട്ടല്ല, മറ്റന്നാൾ പോയാലോ? മറ്റന്നാൾ. പ്രചോദ് ഫ്രീ ആണോടാ? നമ്മൾ 3 കൂടെ വൈഫിന്റെ ജോലി കളയുമോ? നല്ല പഞ്ച് വേറെ കിട്ടും. ഒരിക്കലും ഇല്ല. അല്ലടാ, നമ്മളെക്കാട്ടും കൂടുതൽ ഇഷ്ടം പ്രേക്ഷകർ, ഫാമിലി ഒന്നും ഒരു ദിവസം വരുന്നുണ്ട്. ആഗ്രഹമുണ്ട്. ഉടനെ തന്നെ ഒരു ദിവസം വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് അടുത്ത എപ്പിസോഡ് വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു കൈ കൊടുക്കാം സെൽവൻ, ശംഭു ആൻഡ് ശ്യാം. നസീർക്ക, ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആയല്ലോ. പ്രചോദനം നിനക്കറിയാലോ, നമ്മുടെ ഇവിടെ ഈ വേദിയിൽ UKG പഠിക്കുന്ന കുട്ടികൾ മുതൽ ഒരുപാട് വലിയ ആളുകൾ വരെ പല രീതിയിലുള്ള വ്യത്യസ്തമായ പെർഫോമൻസുമായിട്ട് വന്നിട്ടുണ്ട്. അല്ല, പക്ഷെ ഷാജോൻ, അത് എന്താണെന്നറിയോ? നമ്മുടെ ഈ വേദി ഓൾറെഡി കോമഡിക്കുള്ളൊരു വേദിയാണെങ്കിൽ പോലും നല്ലതേതാണ് അതിവിടെ കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ കുറച്ചുകൂടെ വൈഡായിട്ട് നമ്മൾ എത്തിച്ചു കൊടുക്കും. അല്ല, അതുകൊണ്ടാണല്ലോ പരിപാടി ഐറ്റം വേറെ എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 52 മുദ്രകളുമായിട്ട് മോഹിനിയാട്ടം ധ്വനി എന്ന് പറഞ്ഞ കൊച്ചുമിടിക്ക് ഓരോ റെക്കോർഡുകളാണെന്നറിയോ? അപ്പൊ അത് കണ്ടപ്പോൾ ഒരുപാട് പേര് അതിനടിയിൽ മെസ്സേജുകളും ആ കുട്ടിയെ കുറിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്തു. അതെ, ഒരുപാട് പേര് ഇപ്പം നമ്മളോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ നമ്മളെ അറിയിക്കുക. നമ്മളിവിടുന്ന് ഒരു ഗ്രൂമിംഗ് ടീമുണ്ട്. നിങ്ങളുടെ കഴിവുകൾ അവർ ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ അർഹരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വേദിയിൽ നിന്ന് വരാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മിടുക്കനെയാണ് ഇപ്പം ഈ വേദിയിലേക്ക് നമ്മൾ ക്ഷണിക്കാൻ പോകുന്നത്. മലപ്പുറംകാരനായ അനിൽ കുമാർ. അല്ല, പരിചയപ്പെടുന്നതിന് മുമ്പേ
ഇത് മൊത്തത്തിലൊരു മാറ്റമാണ് കേട്ടോ. അതെ. അപ്പൊ നിങ്ങളിൽ എന്തെങ്കിലും മാറ്റം കാണും. തീർച്ചയായിട്ടും. ഇത് പാൻറ് എവിടുന്ന് എടുത്താ വെച്ചത്? ഇത് പെരുമ്പാവൂരിന്ന്. ആണോ? അവര് നമ്മൾ പറഞ്ഞതായിട്ട് ചെയ്തു തന്നാണോ, അത് നമ്മുടെ ഇഷ്ടത്തില്? അല്ല, എന്റെ ഒരു ഇഷ്ടത്തിന് കണ്ടപ്പോൾ മേടിച്ചതാണ്. അല്ല, അനിൽകുമാർ മൊത്തത്തിലൊരു വെറൈറ്റി പിടിച്ചു. ഹെയർ സ്റ്റൈൽ ഒക്കെ ആണെന്നുണ്ടെങ്കിലും അടിപൊളി. അതെ. അല്ല, ഒപ്പം ചന്ദനം തേച്ചിരിക്കുന്നത് ഒരു ഐറ്റം വേറെ look. ഐറ്റം വേറെ, മൊത്തത്തിലൊരു അടിപൊളി ലുക്കാണ്. അപ്പൊ അനിൽകുമാർ തന്നെ പറ, എന്താണ് അനിൽകുമാർ ചെയ്യുന്നത്? പ്രത്യേക സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നത് എന്താണ്? ഞാനിവിടെ ചെയ്യുന്നത് ഹരിമുരളിരം എന്നൊരു പാട്ട്. സോങ്ങിനാണ് ഞാനിപ്പോൾ വൈറലായിരിക്കുന്നത്. അത് എനിക്കൊരു കാര്യം സാർമാരോട് പറയാനുണ്ട്. എൻ്റെ നാട്ടിൽ തന്നെ എടാ നീ ഒന്നും എവിടെ എത്തൂലടാ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട്. അവരെ മുമ്പിലേക്ക് എനിക്കൊന്നും. എന്റെ അനിൽകുമാർ, അതൊക്കെ നാട്ടുകാർ അങ്ങനെ പലതും പറയും, മനസ്സിലായില്ല. അപ്പൊ നമ്മൾ ധൈര്യമായിട്ട് നമ്മുടെ ആത്മവിശ്വാസത്തിന് പുറത്താണ് നമ്മൾ പോകേണ്ടത്. അതാണ് അനിൽകുമാർ അത് പ്രൂവ് ചെയ്ത് കൊടുക്കണം. ഒരിക്കലും കണ്ണു നിറയാൻ പാടില്ല. അല്ല, അനിൽകുമാറിന് ഇത്രയധികം ഫാൻസ് ഉണ്ടാകാനുള്ള കാരണവും അനിൽകുമാറിന്റെ കഴിവുകൊണ്ടാണ്. അതെ അതെ. എടാ നമുക്ക് നേരെ പുള്ളിയുടെ പെർഫോമൻസിലേക്ക് ആദ്യം. അത് ഒന്നും സംസാരം ഒന്നുമില്ല. എന്താണ് അനിൽകുമാർ ചെയ്യാനുള്ളത്? അനിൽകുമാർ ധൈര്യമായിട്ട് വെച്ചം കൊണ്ട് കാണിക്കും. ഓക്കെ, അപ്പൊ നല്ലൊരു കഴിവ് കൊടുക്കാം നമുക്ക് അനിൽകുമാറിന്. ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയമോഹനഗാനം ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയമോഹനഗാനം ഹരിമുരളീരവം 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 അടിപൊളി അനിൽകുമാറെ, ഗംഭീരമായിട്ടുണ്ട്, അടിപൊളി. ഇത് കളിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, ഞാനും കണ്ടിരുന്നത്, നമ്മൾ ശ്രദ്ധിച്ചിരുന്നത്. അല്ല അനിലേ, ഇത് നമ്മൾ സ്റ്റേജിൽ ഗാനമേള നടക്കുമ്പം പുറത്ത് നിന്ന് കാണിച്ച ഒരു ആക്ടിവിറ്റി ആണോ? അതെ അതെ. കാരണം എനിക്കൊരു വാശിയായിരുന്നു, ഒരു വേദി കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തതാ. ഭയങ്കര രസമായിരുന്നു. കാര്യം അത്രയും നല്ലൊരു പാട്ടാണ്. ക്ലാസിക്കലാണല്ലോ പാട്ട്. അതെ അതെ. പക്ഷെ അതിന്റെ അകത്തൊരു വെസ്റ്റേൺ മിക്സ് ചെയ്തു നിങ്ങളുടേതായ ശൈലിയിൽ. ഭയങ്കര രസം. ഇത് ആർക്കും അനുകരിക്കാനും പറ്റില്ല. ഇത് അനിൽകുമാറിന് മാത്രം കഴിയുന്ന സ്റ്റെപ്പുകളാണിത്. അത് അനിൽകുമാർ ഭംഗിയായിട്ട് ചെയ്തു. ഇത് അനിൽകുമാർ എത്ര നാളെടുത്തു പ്രാക്ടീസ് ചെയ്തത്? പ്രാക്ടീസ് ഏത് ഗാനത്തും ഞാൻ ഡാൻസ് ചെയ്യും, ഏത് പാട്ടും ഡാൻസ് ചെയ്യും. ഏത് പാട്ടിലും ഡാൻസ് ചെയ്യും. ഒരു പാട്ടൂടെ നമുക്കൊന്നും കാണാം. ഓക്കെ അനിൽകുമാർ. നിന്റെ കണ്ണിൽ വിരുന്നു വന്നോ നീലസാഗര വീച്ചികൾ, നിന്റെ കണ്ണിൽ വിരുന്നു വന്നോ നീലസാഗര വീച്ചികൾ, പുഞ്ചിരിക്കൊരു പൂച്ചെണ്ടു തന്നു പുഷ്യരാഗമരീചികൾ, നിന്റെ കണ്ണിൽ വിരുന്നു വന്നോ നീലസാഗര വീച്ചികൾ, നിന്റെ കണ്ണിൽ വിരുന്നു വന്നോ നീലസാഗര വീച്ചികൾ.
അന്തിമേഘം വിണ്ണിലുയർത്തി നിന്റെ കവിളിൻ കുങ്കുമം. അന്തിമേഘം വിണ്ണിലുയർത്തി നിന്റെ കവിളിൻ കുങ്കുമം. രാഗമധുരം നെഞ്ചിലരുളി രമ്യമാനസ സംഗമം. വാനഗംഗ താഴെ വന്നു പ്രാണസഖിയൻ ജീവനിൽ. അനിൽകുമാറേ, ഗംഭീരം ഇനി ഒന്നും പറയാനില്ലല്ലേ? അസാധ്യ ടൈമിംഗ് ആണ്, നല്ല ടൈമിംഗ് ആണ്. അപ്പം കാര്യം പാട്ട് വേറെ ആണെങ്കിലും സ്റ്റെപ്പ് വേറെ ആണെങ്കിലും രണ്ടുമായിട്ട് നല്ല സിങ്ക് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഒരുപാട് വർഷക്കാലം ഇതുപോലെ ബ്രേക്ക് ഡാൻസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡാൻസ് അഭ്യസിച്ച് വർഷങ്ങളായി കൃത്യമായിട്ട് ചിട്ടയോടെ പഠിച്ച് സ്റ്റെപ്സ് ഉണ്ടാക്കി കളിക്കുന്ന ഒരുപാട് ഡാൻസേഴ്സ് ഉണ്ടാവാം. അപ്പോൾ അവരൊരു പക്ഷെ ചോദിക്കുന്നുണ്ടാവും, ഇതെന്താണ് ഒരു പുതുമയുള്ളത്, ഇതാണോ നിങ്ങൾ ഇതുപോലൊരു വേദിയിൽ? അങ്ങനല്ല. ഡാൻസ് എന്ന ഒരു കലയെ അതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരാൾ യാതൊരു ജഡ്ജ്മെന്റും ശ്രദ്ധിക്കാതെ താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കല തനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്ത ആ ഒരു വ്യക്തിയെ സാധാരണക്കാർ ഒരുപാട് ശ്രദ്ധിച്ചു, അവർ ഇഷ്ടപ്പെട്ടു, അവർ കൈയടിച്ചു. അതാണ് അനിൽകുമാറിന് കിട്ടിയ ഏറ്റവും വലിയ കൈയടി. അല്ല, അനിൽകുമാറിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇതിനു വേണ്ടി ഇവരെ പുള്ളിയെ സപ്പോർട്ട് ചെയ്ത വലിയ സുഹൃത്തുക്കൾ പുറത്തുണ്ട്, അവരെയും കൂടെ നമുക്ക് വിളിക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ പേരെന്താണ്? അൻസാർക്ക. പിന്നെ ആരാണ് വന്നിട്ടുള്ളത്? മുഹമ്മദ് അലി. മുഹമ്മദ് അലി. അപ്പൊ അൻസാറിനും മുഹമ്മദ് അലിക്കും നല്ലൊരു കൈഡി കൊടുത്ത് നമുക്ക് ഈ വേദിയിലേക്ക് അവരെയും കൂടെ വിളിക്കാം. അല്ല, ഇത് എങ്ങനെയാ നിങ്ങൾക്ക് ഇങ്ങനെ? അന്നേരം നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണോ? അലിയും ഈ പറഞ്ഞ പോലെ മലപ്പുറം ആണോ? അതെ, മലപ്പുറം അയൽവാസികളാണ്. ഓക്കെ. അപ്പൊ ഇപ്പൊ നിങ്ങൾ പെരുമ്പാവൂർ വർക്ക് ചെയ്യാണ്? ഇല്ലല്ല, ഞാൻ നാട്ടിലാണ്. നാട്ടിൽ തന്നെയാണ്. ഓക്കെ. ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇന്നലെ രാത്രി വന്നതല്ലേ? സന്തോഷം കൊണ്ട്. ഓക്കെ. അപ്പൊ അലി, ഈ ഒരുപാട് നാട്ടുകാർ പറഞ്ഞു അനിൽകുമാർ ഒന്നും ആവില്ല, എവിടെ എത്തില്ല എന്നൊക്കെ പറഞ്ഞു. അന്ന് മുതലേ ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ ഉയർച്ചയിൽ എത്തണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് മാത്രമാണ്. ഞങ്ങൾ കുറെ കാലം മുമ്പ് ഒരു മിമിക്രി ട്രൂപ്പായിട്ടൊക്കെ നടത്തുന്ന ആളുകളാണ്. ഇപ്പോഴാണ് ഇവനൊക്കെ ഒരു വേദി കിട്ടിയത്. അതൊന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ. അപ്പൊ എന്തായാലും ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറഞ്ഞ പോലെയാണ്. നല്ലൊരു ചെങ്ങാതി ഉള്ളത് കൊണ്ട് അനിൽകുമാറിന് ഇവിടം വരെ എത്താൻ പറ്റി. അൻസാർ പറയൂ. അൻസാർ, എന്റെ പെരുമ്പാവൂരുള്ള ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ടോക്സ് എന്ന് പറഞ്ഞ ജെൻസിന്റെ ബ്യൂട്ടി പാർലറാണ്. എന്റെ നാട്ടില് പള്ളിപ്പെരുന്നാളിന്, ശാലം പള്ളിയിൽ പെരുന്നാളിന് ഗ്രൗണ്ടിലൊരു ഗാനമേളക്ക് പുള്ളി ഒരു ഡാൻസ് ചെയ്തു. ഞാൻ പിറ്റേ ദിവസം അത് കാണുന്നത്. അപ്പൊ പുള്ളി പലരും ചോദിച്ചിട്ട് പുള്ളി എന്നോടുള്ള പേടിയുണ്ട്, പുള്ളി പറഞ്ഞില്ല. ഇന്ന കടയിലെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞില്ല. പക്ഷെ അത് നാട്ടിലെല്ലാവരും സംസാരമായി കഴിഞ്ഞപ്പോ ഞാൻ എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു, ഈ ആള് എന്റെ കടയിൽ വർക്ക് ചെയ്യുന്ന ആളാന്ന് പറഞ്ഞ് ഞാൻ പോസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് നാട്ടിൽ അറിയണത് ഈ ആള് ഇവിടെ തന്നെ ഉണ്ട്. ആദ്യം ഹിന്ദിക്കാരാണെന്ന് പറഞ്ഞു, പിന്നീട് സ്മോൾ അടിച്ചിട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞു. പക്ഷേ ഞാനത് പോസ്റ്റ് ചെയ്ത് എൻ്റെ അടുത്ത് ആളുകൾ വന്ന് സംസാരിച്ചപ്പോഴാണ് ആളെ കുറച്ച് കൂടുതൽ മനസ്സിലാവുന്നത്. പിന്നീട് ഞാൻ നല്ല സപ്പോർട്ട് ചെയ്തു, നമുക്ക് ഇത് വൈറലാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് അലിക്ക പുള്ളിയുടെ നാട്ടുകാരനാണ്, പുള്ളിയും കൂടി ഈ ഇത് പോസ്റ്റ് ചെയ്തു. അങ്ങനെ അത് വൈറലായി. അപ്പൊ നാട്ടിലിപ്പോ മൊത്തം അനിൽകുമാർ നല്ല അടിപൊളി ഒരു നമ്മൾ സംപ്രേഷണോടെ കഴിഞ്ഞ് കഴിയുമ്പോൾ സൂപ്പർ സ്റ്റാർ ആയിരിക്കും അനിൽകുമാർ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ കാണാം. ഒരു ഡാൻസ് ഉണ്ടോ? ഓക്കെ, അതോടെ കാണാം. പടയുടെ പോരുബലം തരും തരും ജനമത് തേടി വരും നേടി വരും ജയ ജയ ഭേരികളും കാഹളവും പകതിനി താളമേളം പാട്ടും കൂത്തും നാടിനാഘോഷം മനസ്സുകളേകതാളം തട്ടിപ്പാടും നമ്മളൊന്നാടേ. അനിൽകുമാറെ പിന്നെയും വിഷമിക്കൊന്നും വേണ്ട.
ഗംഭീരമായിട്ട് ജീവിതം മുന്നോട്ട് പോട്ടെ. സന്തോഷത്തോടുകൂടി ജീവിക്കുക, സന്തോഷത്തോടുകൂടി ഡാൻസ് ചെയ്യണം തോന്നുമ്പോഴൊക്കെ ഡാൻസ് ചെയ്യുക. ഇപ്പം നിലവിൽ എത്രയോ പേര് കണ്ട് ഇനി അതിൻ്റെ ത്രിപിൾ ഇരട്ടി കാണാൻ പോവുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ പ്രശസ്തയാകും. ഒരുപാട് സന്തോഷം കേട്ടോ. ഗംഭീരമാവട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. നല്ലൊരു കൈയോട് കൊടുക്കാം. ഓക്കെ, ബൈ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ഒരുപാട് മിമിക്രി കലാകാരന്മാർ വന്ന് ഗംഭീര പെർഫോമൻസസ് കാഴ്ചവെക്കുന്ന ഒരു വേദിയാണിത്. അപ്പോഴും നാടകത്തിന്റെ ഒരു എക്സ്പീരിയൻസുമായിട്ട് വന്ന് അവരെല്ലാം കടത്തിവെട്ടിക്കൊണ്ട് ഓരോ ക്യാരക്ടറിലൂടെയും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന കിഷോർ ബായുടെ ടീമാണ് അടുത്തായിട്ട് വരാൻ പോകുന്നത്. നമുക്ക് വിളിച്ചാലോ? വിളിക്കാം. കിഷോർ ബായോടൊപ്പം കൊച്ചു പ്രദീപ് ഉണ്ട്. ആൻഡ് വിനിൽ. നല്ലൊരു കൈയടി. വാഴപ്പൂങ്കിളികൾ ഒരു പിടിനാരു കൊണ്ട് ചെറുകൂടുകൾ മെടയുമോലപ്പീലിയിലാകെ നനുനനെ വാഴപ്പൂങ്കിളികൾ ഓരോരോ കരളിലും മിഴികളിലും ഓരോരോ മോഹം കതിരണിയും. എടാ കൃഷ്ണ, വിക്രമൻ പറഞ്ഞ പേരടാ ഇത് എന്നടാ? അങ്ങേര് പറഞ്ഞു നോക്കിയാൽ വലിയ പണിയൊന്നുമില്ലല്ലോ. ഇത് നിനക്ക് ചെയ്യാനുള്ള പണിയുള്ളൂ. നീ ഒരു കാര്യം ചെയ്യ്. നീ ആ പണി ചെയ്യുമ്പോഴത്തേനും ഞാൻ പഞ്ചായത്തിൽ പോയി. ഇവ ഇതെവിടെ? ചായക്കടവർ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ. ഇവ ഇതെങ്ങോട്ട് പോയി? നീ അവിടെ കുനിഞ്ഞ് എന്തോ ഇന്ന് ഇങ്ങോട്ട് കയറി വാടാ. ആരിവൻ കല്ലും തൂക്കിപ്പോയിടുന്നോൻ, പൈതൽ പോലെ തോളുമേലെ തൂക്കിപ്പോയിടുന്നോൻ. ആരോരും കണ്ടതില്ല, ആരുമേ കേട്ടുമില്ല. ഒരടിച്ചു നിൽക്കുന്ന വാഴയുടെ കൈയല്ല വെട്ടത്, കടയാണ്. നീ എന്തുവാണ് ഈ കാണിക്കുന്നത്? അല്ല, ആ പാട്ടിന്റെ വൈബിൽ ഇങ്ങോട്ട് കയറുമെന്ന് അറിയാണ്ട് പറ്റിപ്പോയതാ. ഈ ഉടമസ്ഥൻ വന്നാലേ നിന്റെ വൈബ് അങ്ങ് മാറും. ഈ വാഴയാണോ ഇങ്ങോട്ട് പറ്റുന്നത്? ഒരു വാഴ അല്ലേ, അത് പോട്ട്. വാഴയെ കുറിച്ച് അങ്ങനൊന്നും പറയരുത്. ഈ വാഴ കൊണ്ട് നമുക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്ന് നിനക്കറിയാമോ? എന്നാ ഗുണമുണ്ട്? എടാ, വാഴക്കൊമ്പ് തോരൻ വെച്ച് തിന്നാം, വാഴപ്പഴം നമുക്ക് തിന്നാം, വാഴത്തൊലി പശുവിന് കൊടുക്കാം, വാഴപ്പിണ്ടി അത് ജ്യൂസ് അടിച്ച് കുടിച്ചാൽ ആരോഗ്യത്തിന് ഉത്തമമാണ്. പിന്നെ വാഴയില, ഇലയപ്പം ഉണ്ടാക്കാം, സദ്യ കഴിക്കാം. അങ്ങനെ സമ്പൂർണ്ണ ഉപയോഗമുള്ള വസ്തുവാണ് ഈ വാഴ എന്ന് പറയുന്നത്. എന്തൊക്കെ ഗുണമായിട്ടായിട്ട് എന്നാളിയാ കാര്യം? ഒരു പണിയും ചെയ്യാത്ത ആൾക്കാർ എന്നാ പറയണേ, ദേ പോടു വാഴ പോടുന്നു, തീർന്നില്ലേ? കൃഷ്ണ, വിക്രമൻ പറഞ്ഞ പോലെ നമുക്ക് രണ്ടുപേർക്ക് ചെയ്യാനുള്ള പണിയൊന്നും ഇവിടെ ഇല്ല. നിനക്ക് ചെയ്യാനുള്ള പണിയുള്ളൂ. നീ ആ പണിയൊക്കെ ചെയ്യുമ്പോഴത്തേന് ഞാൻ പഞ്ചായത്തിൽ പോയി എന്റെ മുടങ്ങി കിടക്കുന്ന പെൻഷന്റെ കാര്യം ശരിയാക്കിട്ട് വരാം. അല്ലേ, പെൻഷന് പോകണമെന്നുള്ള മസ്റ്റാണോ? നിന്റെ അടുത്ത് ഞാൻ 100 വട്ടം പറഞ്ഞു നീ കൂടെ എന്റെ അവിടെ പഞ്ചായത്തിൽ പോവാ, അവിടെ പെൻഷൻ എഴുതി കൊടുക്കാം. നിനക്കും പെൻഷൻ കിട്ടത്തില്ലായിരുന്നാ? അളിയാ, ഓൾറെഡി എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ടല്ലോ. നിനക്ക് എന്തോന്ന് പെൻഷൻ കിട്ടുന്നത്? വിധവാ പെൻഷൻ. നിനക്ക് എങ്ങനെയാണ് വിധവാ പെൻഷൻ കിട്ടുന്നത്? മറ്റേ മുത്തുമാലയുടെ പെൻഷൻ. ദൈവമേ, മുത്തുമാലയ്ക്കും വളയ്ക്കും കമ്മലിനൊക്കെ പെൻഷൻ കൊടുത്തു തുടങ്ങിയ. എന്റെ അളിയ അതല്ല, മറ്റാ മുത്തൂലേ, ആ മരിച്ചുപോയേ, ആ എന്റെ പെണ്ണുങ്ങളെ മാലയ്ക്ക് പെൻഷൻ കിട്ടുന്നുണ്ടല്ലോ. അവളെ മാലയ്ക്ക് പെൻഷൻ കിട്ടുന്നതിന് നിനക്കെങ്ങനെ ഉപയോഗം ചെയ്യും? 4-5 മാസമായിട്ട് ഞാനിപ്പോ അവക്കടെ കൂടെ അല്ല അളിയ താമസം. കഞ്ഞി കുടിക്കണേ. അതാണ് നിന്നെ പലപ്പോഴും കാണാത്തതല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, നീ സംസാരിക്കാതെ വാടകയ്ക്ക് തടവിട്. ഓക്കെ അളിയാ. നോക്കിയാ ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ടോ? നോക്കിയേ. എന്തുവാടാ നീ വാഴയുടെ പടം എടുക്കാൻ പറഞ്ഞു? വാഴയുടെ പടം എടുക്കാനല്ല പറഞ്ഞത്, വാഴയുടെ തടവെടുക്കാനാ ഞാൻ പറഞ്ഞത്. തന്നെ. എടാ കൃഷ്ണ, എന്തോ എനിക്കൊരു സംശയമാണ്. ഇത് എത്ര സെന്റ് വസ്തു വരൂടാ? ഇത് സെന്റ് ഒന്നുമില്ല അളിയാ, ഒരു 2-2.5 ഏക്കർ വരും മൊത്തം. ഇതിന്റെ കരോ കടച്ചാണോ? ഓ, ഇതിന്റെ കരോ കടച്ചു തന്നെ. ഓക്കോരൊക്കെ ചെയ്തല്ലേ? ഒക്കെ ചെയ്താണേ. അതായത് കൊള്ളാം. അളിയാ, ഞാൻ പോരാ. നീ എവിടെ പോണു? ഞാൻ വില്ലേജ് ഓഫീസ് വരെ പോയി ചേരാം. എന്തിന്? ഞാൻ അവിടെ പോയിട്ട് കരം തീർത്ത രസീത്, പോക്കുരു ചെയ്തതിന്റെ കടലാസ് എല്ലാം കൊണ്ടുവന്ന് സാറിനെ ഏൽപ്പിക്കാം. എന്നാലാണല്ലോ സാറ് പണിയോളൂ. പുല്ലും പോച്ചാൻ പഠിക്കണവന്റെ അവന്റെ പടുതി കണ്ടിട്ടുണ്ടെങ്കിൽ തകർത്തിയിട്ടാണല്ലോ വിചാരം. ഞാൻ പണിയോളാം. നീ ആ വാഴ കൈയൊക്കെ പറ്റ്. ഓ അല്ല പിന്നെ ആനന്ദമണമുള്ള തണുപ്പുള്ള രാത്രി തനിച്ചിരുന്നുറങ്ങ. അതെ, നിങ്ങൾ ആ വിക്രമൻ പറഞ്ഞിട്ട പണിക്കാരല്ലേ? അതെ, ഞങ്ങൾ വിക്രമൻ. എവിടെയോ കണ്ട് നല്ല പരിചയം. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? പത്മവിലാസം ഹൈസ്കൂൾ വെൺകുളം. അതെ. 8B. അതെ. എന്റെ നാവിന്റെ തുമ്പിൽ ഇങ്ങനെ ഹരികരനല്ലേടാ നീ? അതെ. ആ എവനെ കണ്ടപ്പോ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇവ അന്നും ഇത്രയേ ഉള്ളൂ, ഇപ്പോഴും ഇത്രയേ ഉള്ളൂ, ചെറിയൊരു മീശ വന്നേ ഉള്ളൂ. എടാ കൃഷ്ണൻകുട്ടി, എന്നെ മനസ്സിലായോടാ? മനസ്സിലായ പേരങ്ങോട്ട്. ഞാൻ ആരാന്ന് പറ. ആരാ? അതെ. കൃഷ്ണൻകുട്ടി, നിനക്ക് വലുതാകുമ്പോൾ ആരാകാനാണ് ആഗ്രഹം?
സാറേ എനിക്ക് വലുതാകുമ്പോൾ ഡോക്ടർ ആവണം. ഹരിഹര, നിനക്ക് വലുതാകുമ്പോൾ ആരാകണം? സാറേ എനിക്ക് വലുതാകുമ്പോ കളക്ടർ ആവണം. ഇന്ദിര പറയൂ, ഇന്ദിരയ്ക്ക് വലുതാകുമ്പോൾ ആരാകാനാണ് ആഗ്രഹം? എനിക്ക് വലുതാകുമ്പോ ടീച്ചറിനെ പോലെ ടീച്ചർ ആവണം. അയ്യോ എന്റെ ദൈവമേ, എന്തൊക്കെയാണ് ചിരിക്കുന്നത്? അതല്ല, ഈ ലോകത്ത് എനിക്ക് കിട്ടിയ ഭാഗ്യം വേറെ ആർക്കും കിട്ടിയില്ലല്ലേ. ഭാഗ്യക്കുറി അടിച്ചാ? അതല്ലടാ, ഒരു ഡോക്ടറും കളക്ടറും കൂടെ എന്റെ പെരേരത്തിലെ പോച്ച വൃത്തിയാക്കാമെന്നല്ലേ. ഞങ്ങളിപ്പോ കൂലിപ്പടിക്കാരായി പോയി. ഇന്നിനിപ്പോ എന്ത് ചെയ്യുന്നു? എടാ ഞാൻ എച്ചമ്മാടാ. ഞങ്ങളൊക്കെ വൈകുന്നേരത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായ ഹൗസ് മെയ്ഡ്, വീട്ടിൽ ജോലി ചെയ്ത് ജീവിക്കുന്നു. ഓ, വൈറ്റ് ഹൗസ്. വൈറ്റ് ഹൗസ് അല്ലടാ, ഹൗസ് വൈഫ്. ഇത് രണ്ടുമല്ല, നമ്മൾ പഠിച്ച സ്കൂളിന്റെ ഇപ്പോഴത്തെ ഹെഡ് മിസ്സസ് ആണ് ഞാൻ. ഹെഡ് മിസ്സസ്? അയ്യോ, ഇതിനാ കല്യാണമൊക്കെ കഴിഞ്ഞാ? ആ, കല്യാണമൊക്കെ കഴിക്കടാ. ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഹീസ് നോ മോർ. അയ്യോ, വിദേശത്താണ്. എടാ അതല്ല, പുള്ളിക്കാരൻ ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയടാ. എന്റെ ഭാര്യ അതെ, പാവം ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി. ഹീസ് ഹോർമോൺ. എന്തോന്ന്? ഹീസ് ഹോർമോൺ. ഹോർമോൺ അല്ല, നോ മോർ. വൺസ് മോർ. എന്തിന്? അവള് പറഞ്ഞ് ശരിക്കും കേട്ടില്ല. ഒരു പ്രാവശ്യം നിങ്ങൾ എന്തുവാണ് അവിടെ കിടന്ന് വിശ്വസിക്കുന്നേ? നോ മോർ. അതെ, മക്കളൊന്നുമില്ലേ? ഒരു മോനുണ്ട്, എത്യോപ്യയിലാ. ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം ഇതാണ് കുഴപ്പം. എനിക്കും ഉണ്ടൊരു മോൻ, ഇവൻ ഈ ഒരു കുഴപ്പമുണ്ട്. ശരി, പെഴയെന്ന് പറയാൻ മഹാപ്പിഴ. അതേനെ, പോലീസുകാർ പിടിച്ച് കൂമ്പിന് നല്ല കുത്തവിടെ കൊടുത്തപ്പോ അതങ്ങോട്ട് മാറി. നിങ്ങളുടെ മോന്റെ കൂട്ടത് ഇവന്റെ മോനും ഉണ്ട്, ഈ എത്തി നോക്കല്. എടാ അതല്ല, എന്റെ മോനങ്ങ് എത്യോപ്യ എന്ന് പറയുന്ന രാജ്യത്താ. ഇന്നലെ ഇവിടെ ഒറ്റയ്ക്കാണ്? ഞാൻ ഒറ്റയ്ക്കാ. പക്ഷെ മോൻ നിർബന്ധിക്കുന്നുണ്ട്, അമ്മയുടെ പ്രായമൊന്നും നോക്കണ്ട, ഇതിന്റെ ഒരു കൂട്ട് വേണ്ടേന്ന്. ഞാനും അതെ, എന്നെ എപ്പോഴും നിർബന്ധിക്കും, ഒരു കൂട്ട് വേണം, കൂട്ട് വേണമെന്ന്. നിനക്ക് കൂട്ടല്ല വേണ്ടത്, നിന്നെ കൂട്ടിനകത്തിട്ട് പൂട്ടുക വേണ്ടത്. എടാ പിന്നെ നിങ്ങൾ വന്നപ്പോ ഈ സംസാരിച്ച് ഇന്ന് സമയം പോയത് അറിഞ്ഞില്ല. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെടാ? എന്നാ പിന്നെ ജ്യൂസ് എടുക്കട്ടെ? പൈനാപ്പിൾ വേണോ, ഓറഞ്ച് വേണോ? അത് മൂന്നാറിനൊരു സ്ഥലമല്ലേടാ, ഹൈ റേഞ്ച്. അതല്ലെന്ന്, പൈനാപ്പിൾ ഓറഞ്ച് ഒരുമിച്ച് പറഞ്ഞപ്പോ അറിയാണ്ട് വന്നു പോയിട്ട് ഹൈ റേഞ്ച്. എടാ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ബാക്കി പണിയൊക്കെ ചെയ്ത് ഞാൻ പോയി ജ്യൂസ് എടുത്തോണ്ട് വരാം. ആയിക്കോട്ടെ. പണി ചെയ്യടാ കൃഷ്ണൻകുട്ടി. ഇന്നലെ പറഞ്ഞിട്ട് പോയത് കേട്ടാ, ഈ പ്രായത്തിലേ അവക്കൊരു കൂട്ട് വേണമെന്ന്. അവളുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാം എന്റെ 2 കുട്ടികളുടെ മരിച്ചുപോയ അമ്മയാകാൻ അവൾ തയ്യാറാണെന്ന്. ഇപ്പൊ പിള്ളേരുടെ അമ്മയെ മരിച്ചു പോയിട്ടുള്ളൂ, എന്നെ കൊണ്ട് വെറുതെ അച്ഛനും കൂടെ ഇല്ലാണ്ടാക്കിക്കരുത്. ഉള്ള കാര്യം പറഞ്ഞേക്കാം. എടാ ഹരിഹര, അവളെന്റെ കവളത്ത് ഇങ്ങനെ തലോടിയാ പോയില്ലേ, ആ ഒരൊറ്റ സ്പർശനത്തിന് എനിക്ക് മനസ്സിലായി 55 വയസ്സുള്ള ഒരു യുവകന്യകന് വേണ്ടി തുടിക്കുകയാണ് അവക്കടെ ഹൃദയം. ആരാണ് ഈ യുവകന്യകൻ? ഞാനാണ് ആ യുവകന്യകൻ. പ്രാണി നിന്നെ ചവിട്ടിത്തേക്കും. പിന്നെ എന്റെ അടുത്ത് ഞാനൊരു കാര്യം പറയാം. സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇന്നലെ എനിക്ക് ഇഷ്ടമായിരുന്നു. എടാ നീ മനസ്സിലാക്കിക്കോ, കുഞ്ഞുനാള് മുതല് ഇന്നലെ ഞാൻ മനസ്സിൽ കൂട്ടിറക്കടാ, എനിക്ക് അവളെ വേണം. ഇന്ദിരാ ഹരിഹരൻ, എന്ത് നല്ല രസം. ഇന്ദിരാ കൃഷ്ണൻകുട്ടി, അടിപൊളി. ഇന്ദു ഹരി, ഇന്ദു കൃഷ്ണൻ, ഈഹ, ഈക്ര, ഈഹ, ഈക്ര, ഈഹ, ഈക്ര, ഈഹ, ഈക്ര. ഇതിന്റെ അടുത്ത് ഞാനൊരു കാര്യം പറയാം. ഇന്നലെ എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. ഞാൻ ചത്താലും നിനക്ക് തരൂടാ ഇന്നലെ. തരില്ല, തരില്ല, തരില്ല. ഇന്നലെ സ്വന്തമാക്കാൻ വേണ്ടി നിന്നെ കൊല്ലണമെങ്കിൽ ഞാൻ കൊല്ലുവിടാ നിന്നെ. ഇന്ന് ഞാൻ കൃഷ്ണ, കൃഷ്ണ, കൃഷ്ണ. നീ എന്നടാ എന്റെ പേര് പറഞ്ഞിട്ട് വാഴയിലിട്ട് വെട്ടണത്? നീയും വാഴയിലേക്ക് ഒരുപോലാണ്. കാണിച്ചേടാ. ഹരി ഹര, ഹരി ഹര, ഹരി ഹര. നീ എന്തിനാ എന്റെ പേര് പറഞ്ഞ പടുത്തിട്ട് വെട്ടുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ പഴം നടത്തി. പഴം, പഴം, പഴം. നീ എന്നെ പഴമെന്ന് വിളിച്ചാടാ? വിളിക്കൂടാ ഞാൻ. എടാ നിന്നെ നിന്നെ എന്തു കാണിക്കാണ് അവിടെ? അതെ, ഇവിടെ നല്ല വാടക അതെനിക്ക് വേണമെന്നായിരുന്നു, അവന് വേണം, അവനും. അതിന്റെ തർക്കമായിരുന്നു. എടാ നിങ്ങൾ ജോലി ചെയ്തേക്ക് നിർത്തിയതേ. ഇനി ജ്യൂസ് കുടിച്ചേ, എന്നിട്ട് പണിയാ കേട്ടാ. തട ഹരിഹരെ പിടിക്കല അങ്ങോട്ട്, കുടിക്കങ്ങോട്ട്. അയ്യോടാ, അതെല്ലാം ഡ്രസ്സിനകത്ത് മൊത്തം ആക്കിയാ. നിനക്ക് ഇത് ഞാൻ തുടച്ചുതരാം. സ്കൂളിലേക്ക് പഠിക്കുമ്പോഴേ നീ ഇങ്ങനെ തന്നെ എന്ത് തന്നാലും അപ്പോഴേ ഇത് എനിക്ക് ചരിച്ച് ദേഹത്തോട്ട് ഇടുന്നീ അങ്ങ്. അയ്യോ, എന്റെ ദേഹത്ത് മൊത്തം ജ്യൂസായല്ലോ. നീയും ചരിച്ചാ ഞാൻ ഇത് പിടി.
അയ്യേ എന്നെ കാണിക്കണം. ഇന്നലെ എന്തോ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. മണ്ണിലുണ്ടിര, തലയിലുണ്ട് നര, നീയാണെന്റെ ഇന്ദിര. പിന്നെ എനിക്ക് ഇന്നിരത്ത് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ഇന്ദിര നേരത്തെ പറഞ്ഞില്ലേ ഇന്ദിരയ്ക്ക് ഒരു കൂട്ട് വേണമെന്ന്. ആ കൂട്ട് തരാൻ ഞാൻ തയ്യാറാണ്. ഇന്ദിര ജീവിതകാലം മുഴുവൻ ഇന്ദിരയ്ക്ക് കൂട്ടായിട്ട് ഞാനുണ്ടാവും. ഇന്ദിര ആഗ്രഹിക്കുന്നതേ ആരോഗ്യ ദൃഢഗാത്രനായ സുന്ദരനും സുമുഖനുമായ ഒരു ഭർത്താവിനാണ്. അത് ഞാൻ തന്നെയാണ്. എന്റെ ഇന്ദിര എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് രണ്ടുണ്ട് ഗുണം. കെട്ടിയവനായി കൊച്ചിന് കൊച്ചുമായി. അതുകൊണ്ട് ഇന്ദിരനെ കല്യാണം കഴിക്കാൻ ഞാൻ റെഡി. അല്ലിയാമ്പൽ കടവിനക്കര നിന്നെയും കാത്ത് ഞാൻ ആറ്റ് നോറ്റ് നോക്കിയിരുന്നതോർക്കുന്നുണ്ടോ? അല്ലിയാമ്പൽ കടവിനിക്കര നിന്നെയും കാത്ത് ഞാൻ പാട്ടും മൂളി പാത്തു നിന്നതോർക്കുന്നുണ്ടോ? പ്രേമപ്പൂവും പളുങ്കു വള്ളം അനുരാഗ കരിക്കിൻ വെള്ളം നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. താമര നീ കണ്ടു കൊതിച്ചു ഞാനതുമായി ഓടിയണഞ്ഞു അന്നു കണ്ടു നിൻ കവിളിൽ താമരപ്പൂവ് നല്ല താമരക്കാട്. ഇന്ദിരേ നമ്മുടെ ഈ മോനെ നീ പൊന്നുപോലെ വളർത്തണം. അവൻ വളർന്ന് വലുതാകുമ്പോൾ അവൻ്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ ആകാശത്ത് തിളങ്ങിക്കുന്ന നക്ഷത്രത്തെ കാണിച്ചു കൊടുത്ത് നീ പറയണം അതാണ് നിന്റെ ഹരിയച്ഛനെന്ന്. കളക്ടർ സാർ, ഇന്ദിരയെ കല്യാണം കഴിച്ച് ജീവിക്കാൻ ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോടാവേ, ഞങ്ങൾക്കൊരു സമാധാനം തരാമോ? നിങ്ങൾ രണ്ടും എന്തുവാണ് പറയുന്നത്? നിങ്ങൾ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? അല്ല ഇന്ദിര പറഞ്ഞില്ല ഇന്ദിരയ്ക്ക് ഒരു കൂട്ട് വേണമെന്ന്. എടാ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെ ഇവിടെ വെച്ച് കണ്ടപ്പോ എനിക്ക് എന്റെ പഴയ കുട്ടിക്കാലം ഓർമ്മ വന്നടാ. അതുകൊണ്ടല്ലേ നിങ്ങൾ പാടിയപ്പോ പാടാനും ഡാൻസ് ചെയ്തപ്പോ കൂടെ കളിക്കാനൊക്കെ ഞാൻ വന്നത്. അല്ലാതെ ഈ പ്രായത്തിൽ ഞാൻ എന്താ കല്യാണം കഴിക്കാൻ പോന്ന? പിന്നെ കൂട്ട് വേണമെന്ന് പറഞ്ഞത് തമാശക്ക് പറഞ്ഞേടാ. തമാശയായിരുന്ന. നിങ്ങൾ ഇവിടെ ഇന്ന് പണി കഴിഞ്ഞ് പോയെന്ന് പറഞ്ഞ് ഇനി ഇങ്ങോട്ട് വരാതെയൊന്നും ഇരിക്കരുത്. നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ വരണം. നമുക്ക് പഴയ പോലെ ചെറിയ ചെറിയ വർത്താനങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ ഇരിക്കാടാ. ഓ അങ്ങനെയായിരുന്നു. ഹരിഹര സന്തോഷമായോ? അപ്പൊ ഈ പ്രായത്തിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യണം? നാവടക്കൂ പണിയെടുക്കൂ. ആയിക്കോട്ടെ. കിഷോബായ്, ഓ പ്രദീപേ, പിന്നിലെ നല്ലൊരു ഗൈഡ് കൊടുക്കാം. 3 പേരും കമന്റ്സിലോട്ട് അങ്ങ് പോയാലോ? പ്രചോദേ. അടിപൊളി ഒരു നല്ല ഐഡിയ ആരും തന്നെ നിങ്ങൾക്ക് തരികയാണ്. കാരണം നിങ്ങൾ കളിക്കുന്ന സ്കിറ്റുകളൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് കളിച്ചു പോകുന്ന ഇതാണ്. ഇതും അങ്ങനത്തെ ഒരു ത്രെഡ് പരിപാടികളായിരുന്നു. നല്ല രസമായിട്ട് വന്നു. പക്ഷേ എനിക്ക് തോന്നിയത് ഇതിനകത്ത് ചില സാധനങ്ങൾ വർക്കായില്ല എന്ന് തോന്നിയില്ലേ? എനിക്ക് തോന്നുന്നു നമുക്കിത് സ്ക്രിപ്റ്റ് കണ്ടപ്പോഴും ഇത് ചിന്തിച്ചപ്പോഴും നല്ല തോട്ടാണ്, സാധനം കയറും ഇല്ലേ ഇവനില്ലേ? ഇത് പെർഫോം ചെയ്തെടുക്കാം എന്ന് തോന്നി. പക്ഷേ ചില സ്ഥലത്ത് ഒന്ന് സ്ലിപ്പായി പോയ ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. അതെനിക്ക് കിഷോർജി ആണെങ്കിലും തുടക്കമൊക്കെ വന്നു. പൃഥ്വിയുടെ എൻട്രിയൊക്കെ നല്ല രസമായിരുന്നു. അതുപോലെ വിനിലിൻ്റെ എൻട്രി രസമായിരുന്നു. കിഷോർ നിങ്ങളുടെ കോമ്പിനേഷൻ കൊള്ളാം. പക്ഷേ അതിലേക്ക് വന്ന് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ സാധനങ്ങളൊന്നും സ്ലിപ്പായി പോയിട്ടുണ്ട്. ഇവനിലെ നമ്മൾ കുറെ പ്രതീക്ഷിച്ചു. കാര്യം നിങ്ങളായതുകൊണ്ട് അതിനപ്പുറത്തേക്കൊന്നുമില്ല. അടുത്ത ശരിയാക്കുക, ക്ലിയർ ആക്കുക കേട്ടോ. വിനിലെ ഒന്ന് നീ ഫീമെയിൽ വേഷം ചെയ്യുമ്പോഴേ ഒന്ന് ടോൺ ഒരു വേരിയേഷൻ കൊടുത്താൽ നന്നായിരിക്കും. കാര്യം നീ ഏത് ഫീമെയിൽ വേഷം ചെയ്താലും ആ ഒറ്റ ടോണിലാണ് പോകുന്നത്. ഒന്ന് മാറ്റി പിടിച്ചിട്ട് കുറച്ച് നമുക്കൊന്ന് ഒന്ന് ലൈവായിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ശ്രമിക്കാം. പക്ഷേ ഇതിൻ്റെ അകത്ത് പ്രശ്നം അതൊന്നുമല്ല. ഇതിൻ്റെ അകത്ത് വലിയ ഏരിയകളൊന്നും ചിരിക്കാനില്ല. ഞാൻ പറയുന്നത് അതിൻ്റെ അകത്ത് നിങ്ങൾ നല്ലവണ്ണം ഇതിനു വേണ്ടി മെനക്കെട്ടില്ല എന്നുള്ളത് ഞാൻ പറയുള്ളൂ. റിഹേഴ്സലിൻ്റെ കാര്യത്തിലും സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിലും നിങ്ങളിതല്ല, ഒരു രസമുള്ള 3 പേരാണ് നിങ്ങൾ. അപ്പോൾ അത് ആ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയില്ല, അത്രയേ ഉള്ളൂ. ശരി, ഓക്കെ. എന്താണ് പറയാനുള്ളത്? ഇവർ രണ്ടുപേരും പറഞ്ഞൊക്കെ തന്നെ ഉള്ളൂ. എനിക്കും എവിടേക്ക് ഒരു മിസ്സിംഗ് ആയിരുന്നു. കിഷോർ ഒരു കടവത്തിരുന്ന് എണ്ണയൊക്കെ തേച്ചിട്ടിരുന്ന ഒരു സാധനം ഇല്ലേ, അതൊക്കെ എന്ത് രസമായിരുന്നു. കുറെ നാളായിട്ട് അങ്ങനത്തെ ഒരു ഗംഭീര ഒരു ക്യാരക്ടർ, ഒരു ഗംഭീര പെർഫോമൻസ് നമുക്ക് ഈ സ്റ്റേജിൽ മിസ്സിംഗ് ആണ്. ഗംഭീര പൊട്ടിച്ചിലുകളുമായിട്ട് നിങ്ങൾ അടുത്ത തവണ വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് മാർക്സിലോട്ട് പോയാലോ? ഓക്കെ പ്രചോദനം. ഞാൻ ഒരു 4000. ഓക്കെ, ഞാൻ ഇവർക്കൊരു 5000 രൂപ കൊടുക്കുകയാണ്. അപ്പം 5 4 9,000 രൂപ ഇപ്പം തന്നെയായി. ഇനി ഇപ്പം നസീർക്കാം, ഇനി ബാക്കിയുള്ളത് എൻ്റെയാണ്. ഇതാ കിടക്കുന്നു. മോശമല്ലാത്ത ഒരു എമൗണ്ടാണ്, വിഷമിക്കേണ്ട. നിങ്ങളുടെ ഈ ഒരു എന്താണ് പ്രത്യേകിച്ച് പ്രദീപിൻ്റെ കാര്യം. പ്രദീപ് എപ്പോഴും ഈ പറയുന്നത് പോലെ നന്നായിട്ട് ഇളകി ചെയ്യുന്ന ഒരാളാണ്. ഈ ഒരു അസ്വസ്ഥതകൾ വെച്ച് ഇത്രയും പെർഫോം ചെയ്ത് വെച്ച് നോക്കുമ്പം ഈ മാർക്സ് കുഴപ്പമില്ല. നെക്സ്റ്റ് ടൈം വരുമ്പം പൂർണ്ണ ആരോഗ്യത്തോടെ വന്നിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. നല്ലൊരു കൈഡി കൊടുക്കാം. അടിപൊളി. താങ്ക് യു സോ മച്ച്. അപ്പൊ പ്രചോദേ, നസീർക്ക,
ഇന്നത്തെ നമ്മുടെ സമയം കഴിഞ്ഞു. ഇനി ബാക്കി നാളെ. ഓക്കെ അല്ലേ? പത്തനംതിട്ട ടീം ഓക്കെ അല്ലേ? അപ്പോ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.